ഹായ് ഹലോ എല്ലാവർക്കും നമസ്കാരം. വെൽക്കം ടു ജെ വ്ലോഗ്സ്. ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് നമുക്ക് ഈ കേളി ഹെയർസ് ഒക്കെ എങ്ങനെ മെയിൻറ്റെയിൻ ചെയ്യാം, ഞാൻ മെയിൻലി എൻ്റെ ഈ കേൾസ് എങ്ങനെയാണ് മെയിൻറ്റെയിൻ ചെയ്യുന്നത്, അതിൻ്റെ എന്താ പറയുക വാഷ് കഴിഞ്ഞിട്ടുള്ള ഒരു റുട്ടീനാണ് ഞാൻ കാണിക്കാൻ പോണത്. ഓക്കെ, അപ്പം ഇതാണ് കുളിച്ച് കഴിഞ്ഞിട്ടുള്ള നമ്മുടെ മുടി. അപ്പം ഇതെങ്ങനെ സ്റ്റൈൽ ചെയ്യേണ്ടത് നമുക്ക് നോക്കാം. ഫസ്റ്റ് വാസ്ലിൻ്റെ ഒരു ഹെയർ ടോണിക്കാണ് ഇത്. സ്കാൽപ്പിലേക്ക് മാത്രമാണ് കേട്ടോ. എൻ്റെ ഹെയർ ഭയങ്കര ഫ്രിസിയാണ്. എൻ്റെ ഹെയർ നാച്ചുറലി കേളല്ല, നാച്ചുറലി എൻ്റെ വേവി ഹെയർ ആണ്. പക്ഷെ എനിക്ക് ഈ കേളി ഹെയർ ഭയങ്കര ഇഷ്ടമായതുകൊണ്ട് ഞാനിത് ആർട്ടിഫിഷ്യലായിട്ട് കേൾ ചെയ്തത്. സോ ജസ്റ്റ് നമുക്ക് സ്കാൽപ്പിൽ മാത്രം. ഇതൊട്ടും സ്റ്റിക്കി അല്ല കേട്ടോ, ഇത് ഓയിലല്ല, പക്ഷെ ഓയിൽ ടെക്സ്ചർ തന്നെ. പക്ഷെ ഇത് ടോണിക്കാണ്. ഒരു പരിധി വരെ നമ്മുടെ മുടിയൊന്നും ഒട്ടും എന്താ പറയുക ഫ്രിസി ആവത്തില്ല. വളരെ നല്ലതാണ്. ഓക്കെ, ഇനി നമുക്ക് ഇങ്ങനത്തെ ഒരു ലോങ് ബ്രസിൽസിൻ്റെ ഒരു ചീപ്പ് എടുക്കാം. എന്നിട്ട് ഓരോന്നായിട്ട് അതിനുശേഷം ഏത് ക്രീമാണോ നമ്മൾ യൂസ് ചെയ്യുമ്പോൾ, ഞാനൊരു കേൾ ഡിഫൈനിങ് ക്രീമാണ് എടുത്തേക്കുന്നത്. ആവശ്യമുള്ള പോർഷൻ എടുക്കാം. ഭയങ്കര സ്റ്റിക്കിയാണ്. വൺസ് നമ്മൾ സ്റ്റൈൽ ചെയ്തിട്ടുണ്ടെങ്കിൽ മുടി അങ്ങനെ തന്നെ ഇരുന്നോളൂ. വളരെ നല്ല അപ്പം ഇങ്ങനെ ഇരിക്കും. നല്ലൊരു വെറ്റ് ലുക്കായിരിക്കും. ഇതിനി ഡ്രൈ ആയതിനു ശേഷം ഞാൻ കാണിച്ചു തരാം കേട്ടോ ഇങ്ങനെ ഇരിക്കുന്ന. അപ്പം അതിൻ്റെ ഇടയ്ക്ക് ഞാൻ യൂസ് ചെയ്യുന്ന കുറച്ച് കേളി പ്രൊഡക്ട്സ് ഞാൻ പരിചയപ്പെടുത്തി തരാം. അപ്പോൾ കറൻ്റ്ലി ഞാൻ യൂസ് ചെയ്യുന്നത് ഈ ഒരു കേൾ ഡിഫൈൻ ക്രീമാണ്. ഇത് ഞാൻ ഷീൻ്റെ ഓൺലൈൻ സൈറ്റിൽ നിന്ന് വാങ്ങിച്ചതാണ് കേട്ടോ. നല്ലതാണ്. പിന്നെ ഞാൻ പണ്ട് യൂസ് ചെയ്തുകൊണ്ടിരുന്നത് പാൻറ്റീൻ്റെ ഓയിൽ റീപ്ലേസ്മെൻറ്റ് ക്രീമാണ്. ഇത് ആക്ച്വലി കഴിഞ്ഞു, ഒരുവിധം പരിപ്പിളക്കി ഞാൻ ഇതിൻ്റെ. അപ്പം ഇതിൻ്റെ തന്നെ പുതിയ പാൻറ്റീൻ്റെ ഞാൻ വാങ്ങിച്ചപ്പം എനിക്ക് ഫ്രിസ് ഫ്രീ ആയിട്ടുള്ള ഒരു ഓയിൽ റീപ്ലേസ്മെന്റ് ക്രീം കിട്ടിയിട്ടുണ്ട്. ഇത് അടിപൊളിയാട്ടോ. ഈ പർപ്പിൾ കളറിനുള്ളത് ഗുഡ് ബൈ ഫ്രിസ് എന്നൊക്കെ പറഞ്ഞിട്ടുള്ളത്, ഇത് അടിപൊളി സാധനമാണ്. പിന്നെ ഉള്ളത് ഇതും ഇതും. ഇത് രണ്ടും ഞാൻ ഇത് രണ്ടും ഞാൻ ഷീൻ്റെ സൈറ്റിൽ നിന്ന് തന്നെ ഓർഡർ ചെയ്തതാണ്. നല്ല സാധനങ്ങളാട്ടോ ഇത്. ആൻഡ് പിന്നെ നമുക്ക് സൺസിൽക്കിൻ്റെ കേൾ ഡിഫൈനിങ് ക്രീം ഉണ്ട്. ഇതും നല്ലതാണ്. പക്ഷെ ഇത് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മളൊരു ഡ്രൈ ആയി കഴിയുമ്പം നമ്മുടെ മുടി കുറച്ച് ഹാർഡാവും. ഈ ജെല്ലൊക്കെ പറ്റിയിട്ട് അത്ര ഇല്ലെങ്കിൽ പോലും എന്നാലും കുറച്ചൊരു ഹാർഡാവും. മുടി ഇങ്ങനെ തന്നെ നിൽക്കും ഫ്രിസ് ആയിട്ട്. ഒരു എന്താ പറയുക, മുടിയുടെ ഒരു ടെക്സ്ചർ കിട്ടില്ല, കുറച്ച് ഹാർഡായിട്ടുള്ള ഒരു ഇത് കിട്ടും. പക്ഷെ എന്നാലും നല്ലതാട്ടോ. ഇത് കേൾ ക്രീമാണ് സൺസിൽക്കിൻ്റെ. പിന്നെ ഉള്ളത് ഒരു ADSന്റെ ഹെയർ സിറമാണ്. ഇത് അത്യാവശ്യ ഘട്ടങ്ങളിൽ മാത്രമേ യൂസ് ചെയ്യാറുള്ളൂ. എനിക്ക് വലിയ കാര്യമായിട്ട് എന്താ പറയുക ഫ്രിസിനെസ് പോണതായിട്ട് തോന്നിയിട്ടില്ല. ഇത് ഇടയ്ക്കിടയ്ക്ക് യൂസ് ചെയ്യേണ്ടി വരും, അതുകൊണ്ട് ഞാൻ കാര്യമായിട്ട് ഇത് റെക്കമെൻഡ് ചെയ്യൂല. പിന്നെ ഞാൻ പറഞ്ഞത് എപ്പോഴും നമ്മൾ ഫസ്റ്റ് തന്നെ സ്കാൽപ്പിനെ ഒന്ന് എന്താ പറയുക
ഭയങ്കരമായിട്ട് നമ്മൾ മോയ്സ്ചറൈസ് ചെയ്യണ മുഖമൊക്കെ ചെയ്യണ പോലെ സ്കാൽപ്പ് ഒന്ന് മോയ്സ്ചറൈസ് ചെയ്യാൻ വളരെ നല്ലതാണ് ഈ ഒരു വാസ്ലിൻ്റെ സ്കാൽപ്പ് ടോണിക്. ഇത് പരട്ടിയിട്ടാണ് ഞാൻ പിന്നെ ബാക്കി ക്രീംസ് ഒക്കെ പറ്റാറുള്ളൂ. അപ്പോൾ ഇത് എൻ്റെ മുടി ഡ്രൈ ആയിട്ടുണ്ട്. ഇതായിരിക്കും ഫൈനൽ ലുക്ക്. എൻ്റെ ഈ മുടി കാണുന്ന ഈ ബൂന്നുള്ളതുള്ളൂ, തിക്നെസ് കുറവാണ്. പിന്നെ പോരാത്തതിന് ഞാൻ അണ്ടർ കട്ട് ചെയ്തിട്ടുണ്ട്, ഇത്ര മുടിയേ ഉള്ളൂ. അപ്പം ഇത് ഉണങ്ങാൻ വളരെ എളുപ്പമാണ്, ലൈക്ക് ഒരു ഹാഫ് ആൻ അവറിലൊക്കെ ഉണങ്ങും. പക്ഷെ ശരിക്കും നല്ല തിക്കായിട്ടുള്ള കേളി ഹെയർ ഒക്കെ ഉണങ്ങാൻ അറൗണ്ട് 1 hour 1.5 hour ഒക്കെ എടുക്കുമായിരിക്കും. എൻ്റെ ഒരു ഫ്രണ്ടിൻ്റെ നല്ല കേളി ഹെയർ ആണ്, അതായത് നമ്മുടെ പേളി മാണിയുടെയൊക്കെ ഹെയർ ഇല്ലേ അതേപോലത്തെ ഹെയർ ആണ്. സോ പുള്ളിക്കാരിയൊക്കെ ഈ ഹെയർ സെറ്റ് ചെയ്യാൻ നിന്നിട്ടുണ്ടെങ്കിൽ ഉണങ്ങാൻ ഒത്തിരി ടൈം എടുക്കും. അപ്പം തിക്കായിട്ടുള്ള ഭയങ്കര ഉള്ളുള്ള ആൾക്കാർക്കൊക്കെ ഉണങ്ങാൻ കുറച്ച് ടൈം എടുക്കും. പക്ഷെ എൻ്റെ പെട്ടെന്ന് ഉണങ്ങും, ലൈക്ക് 2 കാറ്റടിച്ചാൽ മതി. അപ്പോൾ ഇതാണ് ഫൈനൽ ലുക്ക്. അപ്പോൾ എല്ലാവർക്കും എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടു എന്ന് ഞാൻ വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുന്ന കാര്യം പരിഗണിക്കുക. അപ്പം ഞാൻ അടുത്ത വീഡിയോ ആയിട്ട് വീണ്ടും വരാം. ടിൽ ദെൻ ബൈ.